ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് സംബന്ധിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി സൗദകുമാരി ടീച്ചർ, അതിലേറെ നാടിൻ്റെ മാറ്റത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് കാതോർക്കുതിൽ ഇവിടെ എത്തിച്ചേർന്ന സ്നേഹമുള്ള രാഷ്ട്രപ്രവർത്തകരെ, ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏറ്റവും അഭിമാനകരവും ആഹ്ലാദകരവുമായൊരു ദിവസത്തിലാണ്. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് കേവലം വോട്ട് ചെയ്യൽ മാത്രമല്ല ഒരു ജനതയുടെ കർത്തവ്യമെന്ന് തിരിച്ചറിഞ്ഞ് ആ മാറ്റത്തിലേക്ക് ചുക്കാൻ പിടിച്ച ഒരു സാധാരണ മനുഷ്യനെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ ദിവസം. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഉള്ളിൽ വലിയ പ്രതീക്ഷകളുടെ തിരിനാളം ചലിക്കുന്നുണ്ട്. ഉലഞ്ഞു തുടങ്ങിയ ഒരു നാളത്തെ നമ്മൾ കൈക്കുടന്നയിൽ സംരക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരമൊരു ദിവസത്തിൽ തിരുവനന്തപുരത്ത് നമുക്കിങ്ങനെ ഒരുമിച്ച് ചേരുവാനും കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പാഞ്ചജന്യം മുഴക്കുവാനും സാധിച്ചുവെങ്കിൽ തികച്ചും യാദൃച്ഛികമായിട്ടുള്ള ഒരു സംഭവമായി ആരും കരുതേണ്ടതില്ല. മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഈ പറഞ്ഞ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംഖ്യ വളരെ ചെറുതായിരിക്കാം. ഒരു പോസ്റ്റർ പോലും കാണാതെയും ഒരു ഫ്ലക്സ് ബോർഡ് പോലെയും ഇല്ലാതെയും നിർബന്ധിതമായി അവധിയെടുത്ത് ഇന്ന പരിപാടിക്ക് വന്നിരിക്കണമെന്ന് ആജ്ഞ ലഭിക്കാതെയും സ്വന്തം പ്രേരണയിൽ സ്വേച്ഛയാൽ സ്വയം ഒരു മാറ്റത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതാണ് അത്ഭുതം. കേരളം ഒട്ടുക്ക് ഇത്തരം ഒരു മാറ്റം നമുക്ക് ദൃശ്യമാണ്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടി എന്നുള്ള പ്രസ്ഥാനം രൂപകൊണ്ടിട്ട് 1 വർഷമായിട്ടുണ്ട്. എങ്കിലും ഈ കഴിഞ്ഞ ഡൽഹി ഇലക്ഷന് ശേഷം ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം കേരളത്തിൽ മാറ്റി എഴുതപ്പെട്ടിരിക്കുകയാണ്. ഒരു കൊല്ലം മുൻപ് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ചിലർ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുവാനും പല കാര്യങ്ങൾക്കും പോകുമ്പോൾ 4 പേര് 5 പേര് പരമാവധി ഓരോ ജില്ലകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത് 30, 40, 50 അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. ഇന്ന് അതേ രീതിയിലുള്ള വലിയ ആഹ്വാനങ്ങളൊന്നും കൂടാതെ, ആളുകളുടെ നിർബന്ധമൊന്നും കൂടാതെ, വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലി പോകുമെന്നുള്ള ഭയപ്പെടുത്തുകളിൽ കൂടാതെ സ്വയം ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരുപറ്റം ആളുകളെ നമുക്ക് എല്ലായിടത്തും സംഘടിപ്പിക്കുവാൻ സാധിച്ചിരിക്കുന്നു. അത്ഭുതകരമാണ്. നമുക്കത് നെഞ്ചേറ്റേണ്ട ഒരു വസ്തുതയാണ്. മുൻപൊക്കെ ഒരു ഹാള് ബുക്ക് ചെയ്താൽ ഇത്രയും വലിയ ഹാളിൻ്റെ ആവശ്യമുണ്ടോ എന്ന ആശങ്കയായിരുന്നുവെങ്കിൽ ഇന്നൊരു ഹാള് ബുക്ക് ചെയ്യുമ്പോൾ ഹാള് ചെറുതായി പോയി എന്ന് മീറ്റിംഗ് തുടങ്ങുമ്പോൾ ആശങ്കയാവുകയാണ്. അതിനൊക്കെ ഒരു കാരണം നിലവിലുള്ള വ്യവസ്ഥിതിയോടുള്ള ജനങ്ങളുടെ രോഷം എന്ന് പറഞ്ഞാൽ പോലെ പുച്ഛമാണ്. പുച്ഛം. പ്രശാന്ത് ഭൂഷൺജി ഇന്ന് നടത്തിയ പ്രഭാഷണത്തിൽ വളരെ വിശാലമായിട്ട് അദ്ദേഹം ആ കഥ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും അദ്ദേഹം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വലിച്ചെറിഞ്ഞിട്ട് ആം ആദ്മി പാർട്ടിയുടെ പിന്നാലെ കൂടുവാൻ തോന്നും. നേതാവാകാനല്ല. അത്ഭുതകരമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ. അതിനിയും കൂടുതൽ ആളുകളെ
കൂടുതൽ ആളുകളെ അടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള, നമ്മുടെ ആഗ്രഹങ്ങളിലുള്ള ഒരു മാറ്റത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമ്മൾ സജ്ജരാകണം. ആ സജ്ജരാകുന്ന നിമിഷത്തിൽ നമ്മുടെ ഭാരതത്തിൽ മാറ്റത്തിൻ്റെ തരംഗമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വയം തിരിച്ചറിയണം. അതുമാത്രമാണ് ജനസഭകളുടെ ഉദ്ദേശം. നമുക്ക് പല പാർട്ടി മീറ്റിങ്ങുകളിലും പോയതോ കണ്ടതോ ആയ അനുഭവങ്ങളുണ്ടാവും. നിരവധി പാർട്ടി മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവർ തന്നെ ഉണ്ടാവും. വെള്ളയും ധരിച്ച് പങ്കെടുക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ സ്റ്റേജിലുണ്ടായിരിക്കുക, അവരൊക്കെ എന്ത് പറഞ്ഞാലും കേട്ടിരിക്കുക, നമുക്കൊരു തീരുമാനമെടുക്കുവാൻ അവകാശമുണ്ടാകാതിരിക്കുക. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം പിന്തുടർന്നു വന്നത്. അതിനൊരു മാറ്റം പെട്ടെന്നുണ്ടാവണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എന്നിട്ടാണ് ഇത്തരം ഒരു വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ എന്നാണ് ചിന്തിക്കേണ്ടത്. കേരളം പോലെ ഒരു സംസ്ഥാനം രാഷ്ട്രീയം മാത്രമല്ല, മതവും രാഷ്ട്രീയവും കൂടിക്കൊഴിഞ്ഞ് കെട്ടുപിണങ്ങി കിടക്കുക. മനുഷ്യൻ മാറാൻ പ്രയാസമാണ്. സംസാരിച്ച് അവസാന നിമിഷം പറയും, നിങ്ങളുടെ പാർട്ടിയെ ഒന്നുകൂടി നിരീക്ഷിക്കട്ടെ, ബാക്കി എല്ലാം സമ്മതിച്ചു, നിങ്ങളുടെ പാർട്ടിയിൽ അഴിമതിയില്ല, നിങ്ങളുടെ പാർട്ടിക്ക് വിഷനുണ്ട്, പോരാടാനുള്ള ആളുകളുണ്ട്. അവസാനം പറയും, ഞാൻ ഒന്നുകൂടി നിരീക്ഷിക്കട്ടെ. അപ്പോൾ കടുത്ത പിടിവലി നടക്കുക, ഇങ്ങോട്ടൊന്ന് മാറാനുള്ള വിഷമം നമുക്കെല്ലാവർക്കും അത് അനുഭവത്തിൽ വരും. നിരവധി ആളുകൾ ഈ ഡൽഹി ഇലക്ഷന് ശേഷം 9 ദിവസത്തോളം ആം ആദ്മി പാർട്ടി ഒറ്റവാചകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റം സമൂഹത്തിൽ കാണുവാൻ സ്വയം മാറുക, ആ മാറ്റത്തെ നെഞ്ചേറ്റുക, അത് നമുക്ക് ചുറ്റും എന്നാലാകാവുന്ന മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുക, അത് മാത്രം ഉറച്ചു തീരുമാനിച്ചുകൊണ്ട് വേണം ഈ ജനസഭയിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പിരിയേണ്ടത്. ആ മാറ്റത്തെ മറ്റൊരാളും സ്വാഗതം ചെയ്യണമെന്നില്ല, എൻ്റെ മനസാക്ഷി മാത്രം സ്വാഗതം ചെയ്താൽ മതി. അഴിമതിക്കെതിരെ, ഏതൊരു മാഫിയയുടെ പ്രവർത്തനത്തിനുമെതിരെ എത്രമാത്രം തിക്താനുഭവങ്ങൾ ഉണ്ടായാലും, എത്രമാത്രം അവഗണിക്കപ്പെട്ടാലും, എത്രമാത്രം തൊഴിച്ചെറിയപ്പെട്ടാലും കരുത്തുറ്റ ഒരു ശബ്ദത്തിന് ഞാൻ മുന്നിലുണ്ടാവുമെന്ന് തീരുമാനിക്കുന്നതോടെ നമ്മുടെ സമൂഹം, കേരളം ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം വളരെ വേഗതയിൽ, അതിവേഗതയിൽ മാറ്റത്തിനായി ചുവടുവയ്ക്കുമെന്ന് ഉറപ്പാണ്. താൽക്കാലികമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് മാത്രമല്ല, സമൂഹത്തിന്റെ സത്യസന്ധതയുടെയും ആർജവത്വത്തിന്റെയും പഴയകാലത്തെ മൂല്യങ്ങളിലേക്കുള്ള മടക്കത്തിന്റെയും ആരംഭമായിരിക്കും അത്. കേവലം ഒരു ഭരണത്തിലേക്ക് മാത്രമല്ല ആ നീക്കം, അത്തരമൊരു ഉറപ്പ്. അതിനുവേണ്ടിയാണ് നമ്മൾ പുതുമയാർന്ന ഇത്തരം ജനസഭകൾ സംഘടിപ്പിക്കുന്നത്. ജനസഭകളിൽ ആരുടെയും ആഹ്വാനത്തിന് ചെവിയോർക്കുവാനല്ല, എൻ്റെ മനസാക്ഷിയെ ഉണർത്തുവാനാണ് പങ്കെടുക്കുന്നത്. എൻ്റെ ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് അതിനാവശ്യമായ തൃപ്തികൾ നേടുവാനാണ് പങ്കെടുക്കുന്നത്. മറ്റ് സാധാരണ രാഷ്ട്രീയ പാർട്ടികളിൽ പറയുന്നത് പോലെ ഒരു പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുവാനല്ല അത്തരം യോഗങ്ങൾ. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ അത്തരം ഒരു യോഗം സംഘടിപ്പിക്കുമെന്ന് തീരുമാനിച്ചു വേണം ഇവിടുന്ന് പിരിയാൻ. അത്രയും മാത്രം എളുതായി സൂചിപ്പിച്ചതുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളുടെ ചെറിയൊരു സംക്ഷിപ്ത വിവരം ഞാൻ എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കാം. ഫെബ്രുവരി 2013 മാസത്തിൽ ശ്രീ പ്രസാദ് ഭൂഷൺജി അവർ ആൻഡ് ശ്രീമതി ക്രിസ്റ്റീന സ്വാമി ഫ്രം ചെന്നൈ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സാണ്. അവരുടെ സാന്നിധ്യത്തിലാണ് കേരള സ്റ്റേറ്റ് പ്രിപ്പറേറ്ററി കമ്മിറ്റി 16 മെമ്പർ പ്രിപ്പറേറ്ററി കമ്മിറ്റി രൂപം കൊണ്ടത്. അതിനുശേഷം ഈ പ്രിപ്പറേറ്ററി കമ്മിറ്റി ഈ പറഞ്ഞതുപോലെ അത്ര ഓളം സൃഷ്ടിക്കുവാനല്ല ശ്രമിച്ചത്. പകരം നല്ല വ്യക്തികളെ കണ്ടെത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ ഘടകങ്ങൾ രൂപീകരിച്ച് പ്രസ്ഥാനത്തെ വിപുലീകരിക്കുകയാണ്. We attempted to widen the base of the party among all districts and we attained that goal.
Now there are district committees in all our districts except in Kasaragod and Wayanad. They will be formed by 29th and 30. നാളെയും മറ്റന്നാളുമായി കാസർഗോഡും വയനാടും കൂടി ജില്ലാ ഘടകങ്ങൾ രൂപീകൃതമാകുന്നതോടെ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഒറ്റ വർഷം കൊണ്ട് ഉറപ്പിച്ചു കഴിയും. അവിടെ തീർന്നില്ല. കേരളത്തെ 64 താലൂക്ക് മേഖലകളായി തിരിച്ചുകൊണ്ട് തഹസിൽ, we divided Kerala into 64 തഹസിൽ areas and formed in every such areas a single unit for the purpose of developing block committees in those areas. And those steps also have been completed. ഈ 14-ാം തീയതിയോടുകൂടി ആ നടപടികളും പൂർത്തീകരിക്കും. അതോടുകൂടി കേരളത്തിലെ വലിയൊരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുവാൻ ആം ആദ്മി പാർട്ടിക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കൂടാതെ സംസ്ഥാനതല പ്രതിനിധികൾക്ക് വേണ്ടി 2 പ്രതിനിധി സഭകൾ എറണാകുളത്ത് വെച്ച് നടന്നു. അതുപോലുള്ള പ്രതിനിധി പരിശീലന സഭകൾ ഓരോ ജില്ലകളിലും ഇനി ആരംഭിക്കും. അതിൽ സ്ഫുടം ചെയ്ത വ്യക്തിത്വങ്ങളെ കണ്ടെത്തുവാനുള്ള നടപടികൾ ആം ആദ്മി പാർട്ടി ആരംഭിക്കുകയാണ്. അത്തരം കാഴ്ചപ്പാടുകൾ ഡൽഹി ഇലക്ഷനിൽ ചെറുപ്പക്കാർ വന്നപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ മദ്യത്തോടുള്ള ഭ്രമം, മറ്റ് ലഹരി പദാർത്ഥങ്ങളോട് ഭ്രമം, മറ്റ് ജോലി സാഹചര്യങ്ങളോട് ഭ്രമം, പണത്തോടുള്ള ഭ്രമം എല്ലാം മാറ്റിവെച്ചാണ് വോളണ്ടിയർമാർ രംഗത്തിറങ്ങിയത്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഡൽഹിയിൽ കണ്ടത്. അത്തരം കാര്യങ്ങൾ പോലും വ്യക്തിനിഷ്ഠമായ പരിവർത്തനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിശീലന ശിബിരങ്ങൾ ഓരോ ജില്ലയിലും അധികം വൈകാതെ ഉണ്ടാവും. അതൊക്കെ ആം ആദ്മി പാർട്ടി സ്റ്റേറ്റ് പ്രിപ്പറേറ്ററി കമ്മിറ്റി താൽക്കാലികമായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ ജില്ലകളിലും ഓരോ തലത്തിൽ ചെറിയ ചില പ്രക്ഷോഭങ്ങളും ചെറിയ ചില പൊതുപരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ജില്ലകളിലെയും പ്രവർത്തനങ്ങൾ ഓരോ ഘടകങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. കണ്ണൂർ വിവരാവകാശ നിയമത്തെപ്പറ്റി നടത്തിയ വലിയൊരു സെമിനാർ ഉണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തി. കൂടാതെ അവിടുത്തെ ചെറുകിട കാര്യങ്ങളിൽ ചെറിയ ചെറിയ ബദൽ പോരാട്ടങ്ങൾ, ധർണയും മറ്റ് സമരങ്ങളൊന്നുമല്ല, വിവരാവകാശം വെച്ചിട്ട് എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നടത്തി. ആൻഡ് കണ്ണൂർ ഡിസ്ട്രിക്ട് ഈസ് വർക്കിംഗ് ആക്റ്റീവ്ലി. And then Kasaragod, the district, even though the district committee is yet to form day after tomorrow, അവിടെ താലൂക്ക് തല പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അവിടെയും ഇതുപോലുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ, ആരുടെയും ജീവിതത്തിന് ശല്യമുണ്ടാക്കാത്ത വിധത്തിലുള്ള പോരാട്ടങ്ങൾ, മാറ്റത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങൾ എല്ലാം അതീവ ഭംഗിയായി കണ്ണൂരിൻ്റെ പ്രതിനിധിയായ ശ്രീ മനോഹർ ആര്യൻ സ്റ്റേറ്റ് കമ്മിറ്റി പ്രതിനിധിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നു വരുന്നുണ്ട്. കാസർഗോഡ് 30-ാം തീയതിയാണ് ജില്ലാ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അവിടെയും താലൂക്ക് തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ കാസർഗോഡിലെ പ്രതിനിധികൾ ഇവിടെ മീറ്റിങ്ങിന് എത്തിയിരുന്നു. ആരുന്നും ബിജു ഇവരുണ്ടെന്നാണ് തോന്നുന്നു. 2 പേരും കൂടി കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കോഴിക്കോട് ലോട്ട് ഓഫ് ഇഷ്യൂസ് വേർ ടേക്കൺ അപ്പ് ആൻഡ് അവിടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള വക്താവ് KP രതീഷാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അവിടെ 26-ന് സ്വരാജ് ദിനം ആഘോഷിച്ചു. അതിനു മുൻപ് ജൂൺ 5-ന് വലിയൊരു പരിപാടി നടത്തി. അവിടെ എൻവയറൺമെൻ്റ് ഡേ ആയിരുന്നു. എല്ലാ സ്ഥലത്തും കുറേ പ്രവർത്തകർ ചേർന്ന് ചെടികൾ നട്ടു വളർത്തിയാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചത്. തൃശ്ശൂർ ശക്തമായ സംഘടനാ പ്രവർത്തനം നടക്കുന്ന ജില്ലകളിലൊന്നാണ്. അവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹാസ് കൺവീൻഡ് taluk level meetings everywhere, and they have started legislative assembly meetings and panchayat level meetings. It is most developed district in Kerala, Thrissur. Under the leadership of State Treasurer Sri Sunil and Rajesh Sri. They are not leaders. I am becoming that word should be taken into account. They are volunteers. We should not use the term leader. Ernakulam, the youngest state committee member Shabarish
along with our convener Manon Rathnathan, has taken several steps and conducted several fights against corruption and deterioration in society, and they are also one among a good active teams in Kerala. എറണാകുളത്തും വളരെ വിശാലമായൊരു സമിതി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ താൽക്കാലിക സമിതികളാണ്. ഇതിൽ നിന്ന് വേണം സ്ഫുടം ചെയ്ത വ്യക്തികളെ കണ്ടെത്തി സ്ഥിരമായ സമിതികൾ രൂപീകരിക്കുക. കോട്ടയത്ത് അതുപോലെ തന്നെ, കോട്ടയത്ത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഏതാണ്ട് പാർട്ടി രൂപീകരിക്കുന്ന മുൻപ് തന്നെ രൂപീകരിച്ച ഘടകങ്ങളാണ്. അത് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം പരിഷ്കരിച്ച് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ ഡോക്ടർ R.K. റൈമോൾ ആൻഡ് മൈസെൽഫ് assisted to develop it into a good body, and they are conducting several works in Kottayam also. Palakkad, under the guidance of Sri Karthikeyan Damodaran, who is also present here, I think, made several achievements, and this team even went to Delhi for election campaign. That is the important thing, and they campaigned for Aam Aadmi Party in New Delhi among Malayalis. D. Karthikeyan also deserves congratulations. Pathanamthitta, which is the place where ബസ്സില്ലാത്ത സ്ഥലത്ത് വിമാനത്താവളം തുടങ്ങാൻ പോകുന്ന സ്ഥലമാണ് പത്തനംതിട്ട. അവിടെ അഡ്വക്കേറ്റ് ഹാരി ലാൽ, സ്റ്റേറ്റ് സമിതി മെമ്പറിന്റെ ചുമതലയിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശ്രീരംഗനാഥൻ എന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകൻ നൽകിയ ഹർജിയിൽ ഗ്രീൻ ട്രിബ്യൂണൽ ആറന്മുള വിമാനത്താവളത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അത്ര ശക്തമായ രീതിയിലാണ്. സുഗതകുമാരി ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചർക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കും. കൊല്ലം, there is a good team, and after the Delhi election ഞങ്ങളൊരു ചെറിയ മീറ്റിങ്ങിന് വേണ്ടി സ്ഥലം തയ്യാറാക്കി അവിടെ പദ്ധതി ഇട്ടു. പക്ഷേ എത്തിച്ചേർന്ന ആളുകളുടെ ബാഹുല്യം കൊണ്ട് ആ മീറ്റിങ്ങിൽ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ആളുകൾ സംസാരിച്ച് രോഷാകുലരാകുകയായിരുന്നു. അവരുടെ ആ തീപ്പൊരി അത്രയ്ക്കുണ്ട്. വീണ്ടും മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിശക്തമായ മേഖലയാണ് കൊല്ലമായി കാണുന്നത്. ദീപ ലക്ഷ്മി കേരളത്തിൻ്റെ മെമ്പറാണ്, കാര്യങ്ങൾ അവിടെ ഗൈഡ് ചെയ്യുന്നു. തിരുവനന്തപുരം കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇന്നിവിടെ ഈ നടക്കുന്ന മീറ്റിങ്ങിന്റെ പിന്നിൽ തിരുവനന്തപുരത്തെ പ്രവർത്തകരുടെ വികാരം മാത്രമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ കേരളത്തിലെ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട സ്ഥലമാണ്. അപ്പൊ തലസ്ഥാന നഗരത്തിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും കേരളത്തെ അപ്പാടെ ഉണർത്തും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പ്രവർത്തകര് തീർച്ചയായിട്ടും സുരേഷ് കുമാർ ബിയാറിന്റെയും ഇപ്പോൾ ഡോക്ടർ R.K. റൈമോളിന്റെയും ചുമതലയിലും ജില്ലാ സമിതിയെ മുൻപ് നയിച്ച ചന്ദ്രശേഖരൻ സാറ്, ഇപ്പോഴത്തെ സുഗതൻ സാറ്, ഇവരൊക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങളുടെ പരിണതഫലമായിട്ട് വളരെ ശക്തമായൊരു ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടീമിനും നമ്മൾ അർഹിക്കുന്ന കൺഗ്രാജുലേഷൻസ് കൊടുക്കണം. വിദൂര മേഖലയായ കാസർഗോഡിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അവിടെ ഫൈസൽ ആൻഡ് ഷാജി അവരിവിടെ മനോഹർ ലാലിനൊപ്പം എത്തിയിട്ടുണ്ട്. അവർക്ക് ഉള്ള അവരുടെ അംഗീകാരം 30th അവിടെ രൂപം കൊടുക്കുന്ന ഫൈനലായിട്ട് താലൂക്ക് സമിതി പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത്, കൂടാതെ ആലപ്പുഴ, വയനാട്, അത് പറഞ്ഞു, മലപ്പുറം, ഇടുക്കി കഴിഞ്ഞ ആഴ്ചയാണ് ഡിസ്ട്രിക്ട് ഫോം ചെയ്തത്. വിനോദ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ചുരുങ്ങിയ 12 മാസമായിട്ടില്ല, ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കേരളത്തിലെമ്പാടും ഏറ്റവും കുറഞ്ഞത് 3500-4000 പേരുടെയെങ്കിലും പ്രവർത്തകരെ അണിനിരത്താൻ സാധിച്ച ആം ആദ്മി പാർട്ടിയുടെ വളർച്ച തീർച്ചയായും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ ഞെട്ടിക്കുന്നുണ്ട്. അവരിൽപ്പെട്ട പലരെയും പാർട്ടി മീറ്റിങ്ങുകൾക്ക് അയക്കുന്നുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം എങ്ങനെ പാര വയ്ക്കാമെന്ന് ശ്രമിക്കുന്നവരുണ്ട്. സ്വന്തമായിട്ട് യൂണിറ്റുകൾ ഉണ്ടാക്കി അഴിമതിയിലേക്ക് ആം ആദ്മി പാർട്ടിയെ വലിച്ചിഴക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. സ്വന്തം നിലപാടുകൾ കെട്ടിയേൽപ്പിച്ചുകൊണ്ട് പാർട്ടിയെ
പഴയ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ തൊഴുത്തിൽ കെട്ടുവാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഇവരെയൊക്കെ ചെറുത്തു നിന്നുകൊണ്ട് എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഞാൻ മാറിയ മാറ്റം എൻ്റെ നാട്ടിലും കൊണ്ടുവരുന്ന ഉറച്ചു നിൽക്കുന്ന പ്രവർത്തകരാണ് നമ്മുടെ വീര്യം, ശക്തി. അത്തരം പ്രവർത്തനത്തിലേക്ക് കൂടുതൽ ജാഗരൂകരാകുവാൻ, കൂടുതൽ ശക്തി പ്രകടിപ്പിക്കാൻ, പ്രചോദിതരാകുവാൻ ഇത്തരം ജനസഭകൾക്ക് സാധിക്കണം. അത്തരം പ്രചോദനങ്ങൾ നമുക്കുണ്ടാവട്ടെ. അതിനുതകുന്നതാകട്ടെ നമ്മുടെ ബഹുമാന്യനായ ശ്രീ പ്രശാന്ത് ഭൂഷൺജിയുടെ ഇന്നത്തെ ഈ വരവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമുക്കെല്ലാവർക്കും കൂടി ഒരു ഡൽഹിയിൽ മുഴങ്ങിയ മുദ്രാവാക്യം ഒന്ന് വിളിച്ചു നോക്കാം. ഭാരത് മാതാ കി ജയ്. വിളിക്കാമോ? ജയ് ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.